ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ 231 പേജിലെ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താ നോക്കാം. Prove that if x, y be a point on the circle with the line joining 0, 1 and 2, 3 as diameter, then x square plus y square minus 2x minus 4y plus 3 equal to 0. Find the coordinates of the point where this circle cuts the y-axis. 0, 1, 2, 3 എന്നീ ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന വര വ്യാസമായ വൃത്തത്തിലെ ഒരു ബിന്ദു xy എന്നെടുത്താൽ x square plus y square minus 2x minus 4y plus 3 equal to 0 എന്ന് തെളിയിക്കുക. ഈ വൃത്തം y അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുക്കളുടെ സൂചക സംഖ്യകൾ കണക്കാക്കുക. ഇതിൽ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് 0, 1, 2, 3 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ആ സർക്കിൾ തന്നെ ഒരു പോയിന്റ് ഉണ്ട്, XY എന്നുള്ള പോയിന്റ് ഉണ്ട്. അങ്ങനെ ഒരു പോയിന്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ ആ സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x square plus y square minus 2x minus 4y plus 3 equal to 0 എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സർക്കിള് നമ്മുടെ y ആക്സിസ് അല്ലെങ്കിൽ y അക്ഷത്തിൽ മുറിച്ചു കടന്നാൽ എന്താകും? അതിന്റെ കോർഡിനേറ്റ്സ് ആ y അക്ഷത്തെ, ഇതാണല്ലോ y അക്ഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ y ആക്സിസ് എന്ന് പറയുന്നത്. ഈ y ആക്സിസിൽ എവിടെയെങ്കിലും ഈ സർക്കിൾ ഒന്ന് മുറിച്ചു കടന്നാൽ രണ്ട് പോയിന്റ്സുകൾ ഉണ്ടാവും. ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഈ പോയിന്റ്സിന്റെ ഒക്കെ കോർഡിനേറ്റ്സ് കണ്ടെത്തണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് പോയിന്റ് എഴുതി വെക്കണം. A എന്നുള്ളത് 0, 1 എടുക്കുക, പിന്നെ B എന്നുള്ളത് 2, 3 എന്ന് എടുക്കാം. ഓക്കെ, ഇത് ഡയമീറ്റർ ആണെന്ന് പറഞ്ഞു. നമുക്ക് AB ഈസ് ദ ഡയമീറ്റർ, AB വ്യാസമാണ്. ഓക്കെ, അങ്ങനെ എഴുതാം. നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിട്ടുള്ളത് അത് അതുപോലെ താഴത്തോട്ട് എഴുതാം. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചു നോക്കാം. എയും ബിയും 0, 1, 2, 3 ആണെന്ന് പറഞ്ഞു. AB ഡയമീറ്റർ ആണ് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താവും? ഡയമീറ്റർ എന്ന് വെച്ചാൽ രണ്ട് പോയിന്റ്സ് ഉണ്ടാവും സർക്കിളിന്, അത് സെന്ററിലൂടെ പാസ് ചെയ്യണം. ഇതാണല്ലോ സെന്റർ, O എന്ന് പറയുന്നത് സെന്റർ ആണ്. അപ്പൊ AO എന്ന് പറയുന്നത് 6 അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയാം. ഓക്കെ, പിന്നെ ഉള്ളത് BO എന്ന് പറയുന്നത് 6 അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയാം. ഓക്കെ, ഈ രണ്ട് റേഡിയസുകൾ കൂടിയതാണ് എന്ത്? ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. ഓക്കെ, അപ്പൊ AB എന്ന് പറയുന്നത് വ്യാസമാണ്. ഇനി AB എന്നുള്ളതിന്റെ മധ്യബിന്ദു, മിഡ് പോയിന്റ് അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? O അല്ലേ? ഇതെന്ന് പറയുന്നത് ABന്റെ മധ്യബിന്ദു അല്ലേ, മിഡ് പോയിന്റ് അല്ലേ? ഓക്കെ, നമുക്ക് പറയാം Aന്ന് Oയിലേക്കുള്ള ദൂരവും Bന്ന് Oയിലേക്കുള്ള ദൂരവും സെയിം ആണ്, ഈക്വൽ ആണ്. കാരണം ഇവിടെ 6 ആണ്, ഇവിടെ 6 ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ഈ ഇക്വേഷൻ ആണ് കണ്ടെത്തേണ്ടത് കേട്ടോ. ഇനി നമുക്ക് സർക്കിളിന്റെ ഇക്വേഷൻ നോക്കാം. ഓക്കെ, സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? x minus a whole square plus y minus b whole square is equal to r square. ഇതിൽ r എന്ന് പറയുന്നത് റേഡിയസ് ആണ്, പിന്നെ എയും ബിയും എന്താണ്? നമ്മുടെ സെന്ററിന്റെ x കോർഡിനേറ്റും അതുപോലെ തന്നെ y കോർഡിനേറ്റുമാണ്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് ഈ ഇക്വേഷൻ നമുക്ക് വലുതാക്കിയാലാണ് ഇങ്ങനെ ഈ ഇക്വേഷൻ കിട്ടുക, എന്നാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം വേണ്ടത് എയും ബിയും എന്ന് വെച്ചാൽ സെന്റർ കണ്ടെത്തണം. സെന്റർ കണ്ടെത്തുക എന്ന് വെച്ചാൽ എന്താണ്? ഫസ്റ്റത്തെ നമുക്ക് ഈ രണ്ട് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഈ രണ്ട് പോയിന്റ്സിന്റെയിലും ഫസ്റ്റത്തെ എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ കൂട്ടിങ്ങാണ്ട് 2 കൊണ്ട് ഹരിക്കുക, അതുപോലെ വൈ കോർഡിനേറ്റ്സ് തമ്മിൽ കൂട്ടിങ്ങാണ്ട് 2 കൊണ്ട് ഹരിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. സെന്റർ കണ്ടെത്താൻ വേണ്ടിയിട്ട് 0യും 2ഉം കൂട്ടുക, 0യും അതുപോലെ തന്നെ 2ഉം കൂട്ടുക, 2 കൊണ്ട് ഹരിക്കുക. പിന്നെ ഉള്ളത് 1ഉം 3ഉം കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ y കോർഡിനേറ്റും കിട്ടും. ഓക്കെ, നമുക്ക് 0യും 2ഉം കൂട്ടിയാൽ 2 കിട്ടും, പിന്നെ ബൈ 2 ചെയ്യുക. 1ഉം 3ഉം കൂട്ടിയാൽ 4 കിട്ടും, ബൈ 2 ചെയ്യുക. പിന്നെ ഉള്ളത് 2/2 എന്ന് വെച്ചാൽ 1 ആണ്, 4/2 എന്ന് വെച്ചാൽ 2 ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് സെന്റർ കിട്ടി. A കോർഡിനേറ്റ് എന്ന് പറയുന്നത് 0, 1 ആണ്, അതേപോലെ തന്നെ B കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2, 3 ആണ്. പിന്നെ സെന്റർ എന്ന് പറയുന്നത് 1, 2 ആണ് പറഞ്ഞു. ഓക്കെ, ഞാൻ ഈ രണ്ട് പോയിന്റ്സ് എടുക്കാനുള്ള കാരണം എന്താണ്?
ഈ എന്റെ ബിന്റെ നേരെ സെന്റർ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കോർഡിനേറ്റ് എടുത്താണ്ട് പ്ലസ് ചെയ്താണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത്. അല്ലാത്ത പോയിന്റ്സിനൊന്നും നടക്കൂല കേട്ടോ. ഇനിയുള്ളത് നമുക്ക് റേഡിയസ് കണ്ടെത്തണം. അപ്പോൾ പോയിന്റ്സ് എടുക്കുന്നത് എയും ഒയും ആണുള്ളത്. കാരണം എന്താണ്, എയും ഒയും ഈക്വൽ ആണ്. അതേപോലെ തന്നെ എ ഒ എന്നുള്ള ലൈനും ബി ഒ എന്നുള്ള ലൈനും ഈക്വൽ ആണ്, റേഡിയസ് ആണ്. ഓക്കെ, നമുക്ക് എങ്ങനെ കണ്ടെത്താം? അപ്പൊ r എന്ന് പറയുന്നത് എയും ഒയും എടുത്താൽ നമുക്ക് √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ എന്നാണ്. ഇവിടെ x2 എന്ന് പറയുന്നത് 1 ഉം x1 എന്ന് പറയുന്നത് 0 ഉം ആണ്. പിന്നെയുള്ളത് y2 എന്ന് പറയുന്നത് 2 ഉം y1 എന്ന് പറയുന്നത് 1 ഉം ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. റേഡിയസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് 0, 1 ഉം 1, 2 ആണ് പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. √(x2) എന്ന് പറയുന്നത് 1 എടുക്കുക, പിന്നെ -0 എന്ന് പറയുന്നത് x1 ആണ്, ഹോൾ സ്ക്വയർ ചെയ്യുക, പിന്നെ പ്ലസ് y2 എന്ന് പറയുന്നത് 2 മൈനസ് y1 എന്ന് പറയുന്നത് this one. ഓക്കെ, 1 ഹോൾ സ്ക്വയർ. അപ്പോൾ √(1 - 0) എന്ന് വെച്ചാൽ 1 ആണ്, 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 ആണ്. ഓക്കെ, പ്ലസ് ഇവിടെ ഇടാം. 2 - 1 എന്ന് വെച്ചാൽ 1 ആണ്, 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ √(1 + 1) 1 + 1 എന്ന് വെച്ചാൽ 2 ആണ്. √2 എന്നുള്ളത് റേഡിയസ് കിട്ടും. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. സെന്റർ എന്ന് പറയുന്നത് AB = 1, 2 എന്നേക്കാരം. പിന്നെ റേഡിയസ് എന്ന് പറയുന്നത് √2 ഏക്കാരം. ഓക്കെ, നമുക്ക് ഈ ഇക്വേഷനിലേക്ക് എയും ബിയും ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ആറും ഇട്ട് കൊടുക്കുക, എന്നാലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്റെ പൊസിഷനിൽ 1 ഇട്ട് കൊടുക്കും, ബിന്റെ പൊസിഷനിൽ 2 ഇട്ട് കൊടുക്കുക. x - 1 ഹോൾ സ്ക്വയർ പ്ലസ് y - 2 ഹോൾ സ്ക്വയർ = ആറിന്റെ പൊസിഷനിൽ √2 ഇട്ട് കൊടുക്കുക. ഓക്കെ, √2 ഹോൾ സ്ക്വയർ. ഇനിയുള്ളത് നമുക്ക് എന്താണ്, x - 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a - b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. ഓക്കെ, ഇത് കാണാപ്പാഠം പഠിക്കണം കേട്ടോ. അപ്പോൾ a - b ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ, a സ്ക്വയർ - 2ab + b സ്ക്വയർ എന്നുള്ളതല്ലേ. ഓക്കെ, ഇവിടെ a എന്ന് പറയുന്നത് x ഉം b എന്ന് പറയുന്നത് 1 ഉം ആണ്. നമുക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാം. ഇതെന്താവും, x - 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് x² - 2 × x × 1 എത്രയാവും, 2x ആവും. അപ്പോൾ -2x, പിന്നെ ഉള്ളത് ഈ പ്ലസ് ഇട്ട് കൊടുക്കുക, പ്ലസ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 ആണ് അല്ലേ, അത് ഇവിടെ ഇട്ട് കൊടുക്കുക, 1 സ്ക്വയർ. പിന്നെ ഉള്ളത് ഇത് പ്ലസ് y - 2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്, y സ്ക്വയർ. നമുക്ക് വേണ്ടത് ഈ മൈനസ് ഇവിടെ ഇട്ട് കൊടുക്കണം. പിന്നെ ഉള്ളത് 2 × y × 2 എന്ന് വെച്ചാൽ എത്രയാണ്, 4y അല്ലേ. അപ്പോൾ -4y, പിന്നെ ഉള്ളത് പ്ലസ് 2 സ്ക്വയർ, അത് ഇവിടെ ഇട്ട് കൊടുക്കുക, പ്ലസ് 2 സ്ക്വയർ = റൂട്ടും സ്ക്വയറും ഇവിടെ കട്ടാവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2 മാത്രം. റൂട്ടും സ്ക്വയറുള്ള കേസിലൊക്കെ റൂട്ടും സ്ക്വയറും കട്ട് ചെയ്ത് ഉള്ളിലുള്ള വാല്യൂ മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 കിട്ടും. ഇനിയുള്ളത് ഈ സ്ക്വയറിന്റെ പൊസിഷൻ ഒക്കെ 1 സ്ക്വയർ 2 സ്ക്വയർ അതൊന്നും പറ്റൂല. ഈ ആൽഫബറ്റിക്കല് സ്ക്വയറിന്റെ പോർഷൻ ഒക്കെ ഒരു ഭാഗത്ത് വെക്കുക, അതുപോലെ തന്നെ എക്സിന്റെ അല്ലെങ്കിൽ വൈന്റെ സ്ക്വയർ ഇല്ലാത്ത പോർഷന് ഒരു ഭാഗത്ത് വെക്കുക, നമ്പേഴ്സിനൊക്കെ ഒരു ഭാഗത്ത് വെക്കുക. ഓക്കെ, x², പിന്നെ ഉള്ളത് y² + y² ഇടാം, പിന്നെ -2x -4y പ്ലസ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 ആണ്, പ്ലസ് 2 സ്ക്വയർ എന്ന് വെച്ചാൽ 4 ആണ്. ഇനി ഈക്വൽ ടുവിന്റെ അപ്പുറത്തുള്ള 2നെ നമ്മൾ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ സൈന് മാറും. ഇവിടെ 2ന്റെ സൈൻ എന്ന് പറയുന്നത് എന്താണ്, പ്ലസ് ആണ്. അത് ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ആവും. ഓക്കെ, അപ്പോൾ -2 എന്ന് വരും, = 0. ഇനി ഈ നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയാ, ഈ കുറച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താകും, നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണല്ലോ ഇക്വേഷൻ. അപ്പോൾ 1 + 4 - 2 എന്ന് പറയുന്നത് 1 + 4 എന്ന് വെച്ചാൽ 5 ആണ്. 5 എന്ന് 2 കുറച്ചാൽ എത്രയാകും, 3 കിട്ടും. ഓക്കെ, അതിവിടെ എഴുതി, x² + y² - 2x - 4y + 3 = 0. അപ്പോൾ ഇതന്നെയല്ലേ ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇക്വേഷൻ കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, നമ്മുടെ സർക്കിൾ ഒരു y അക്ഷത്തിൽ അല്ലെങ്കിൽ y ആക്സിസിൽ മുറിച്ച് കടന്നാൽ 2 പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് കണ്ടെത്തണം. ഓക്കെ, അപ്പം ഇത് കണ്ടോ,
ഇത് y അക്ഷത്തിലാണ് മുറിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ പോണത്. എക്സ് എന്ന് പറയുന്നത് 0 ആയിക്കാരം. അതുപോലെ തന്നെ y ആക്സിസ് അല്ലെങ്കിൽ y കോർഡിനേറ്റ് മാത്രമാണ് അവിടെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 0 ആണ്, y കോർഡിനേറ്റിന് മാത്രമേ ഉള്ളൂ വാല്യൂ ഉള്ളത്. അപ്പോൾ പോയിന്റ് എന്ന് പറയുന്നത് 0y എന്ന് എടുക്കാം. ഇനിയുള്ളത് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് എക്സിന്റെ വാല്യൂ വൈന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇവിടെ y എന്നുള്ളത് വാല്യൂ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, എക്സിന്റെ വാല്യൂ മാത്രമേ ചേഞ്ച് ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എക്സിന്റെ പൊസിഷനിൽ 0 ഇട്ട് കൊടുക്കാം. 0² പ്ലസ് വൈ സ്ക്വയർ അതുപോലെ -2 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് 0 അല്ലേ, അത് അവിടെ ഇട്ട് കൊടുക്കാം. -4y -4 ഇൻറ്റു വൈ പ്ലസ് 3 ഈക്വൽ ടു 0. ഓക്കെ, ഇവിടെ നമുക്ക് 0² എഴുതേണ്ട, പ്ലസ് വൈ സ്ക്വയർ അവിടെ ഇടാം. -2 ഇൻറ്റു 0 എന്ന് വെച്ചാൽ 0 ആണ്, അത് എഴുതേണ്ട. -4 ഇൻറ്റു വൈ എന്ന് വെച്ചാൽ -4y. ഓക്കെ, -4y പ്ലസ് 3 അത് അവിടെ എഴുതാം ഈക്വൽ ടു 0. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് ഈ 3നെ അപ്പുറത്തേക്ക് കൊടുക്കാം. ഈ 3നെ അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ എന്താകും, 3 പോസിറ്റീവ് ആണ്, അത് അവിടേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവും, എന്ന് വെച്ചാൽ മൈനസ് വരും. ഓക്കെ, സൈൻ മാറും. അപ്പോൾ y² - 4y ഈക്വൽ ടു -3 എന്ന് വരും. ഇത് നോക്കിയേ, y² - 4y ഇതൊരു a - b ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് വരുന്നത്. ഇവിടെ ഒരു വാല്യൂം കൂടി ഇട്ടാൽ ഇവിടെ ഇടുന്ന അതേ വാല്യൂവിനെ നമ്മൾ ഈക്വൽ ടുവിന്റെ ഇപ്പുറത്തേക്ക് ഇടണം. ഓക്കെ, എന്നാലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ ആകാതെ ആൻസർ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ നോക്കി 2 ഇൻറ്റു a ഇൻറ്റു ബി എന്നുള്ള രീതിയിലല്ലേ. ഇവിടെ a എന്ന് പറയുന്നത് 1 ആണ്, വൈൻ്റെ ഇവിടെ a എന്ന് പറയുന്നത് y ആണ്, പിന്നെ ഉള്ളത് b ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ b എന്ന് പറയുന്നത് 2 ഇൻറ്റു y ഇൻറ്റു b അല്ലേ, ഈക്വൽ ടു എന്ന് പറയുന്നത് 4y ആണ്. ഓക്കെ, ഇതിനുള്ളത് അപ്പോൾ 4yനെ നമ്മൾ എന്ത് ചെയ്യാം, 2y കൊണ്ട് ഹരിച്ചാൽ നമുക്ക് b കിട്ടും. അപ്പോൾ y കട്ടാവും, പിന്നെ ഉള്ളത് 4/2 എന്ന് ചെയ്യുമ്പോൾ 2 അല്ലേ. അപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത് എന്താണ്, 2 സ്ക്വയറുകൾ ആഡ് ചെയ്യുക. ഇവിടെ ഞാൻ പറഞ്ഞു b² ആണ് ഇവിടെ വരിക, ഇവിടെ അതുപോലെ 2 സ്ക്വയർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എന്ത് കിട്ടും, y² - 4y പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു -3 പ്ലസ് 2 സ്ക്വയർ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്ത മെത്തേഡിൽ a - b ഹോൾ സ്ക്വയർ എന്നുള്ളത് ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് ഇങ്ങനെയുള്ളത് എങ്ങനെ കിട്ടണം എന്നുള്ളത് ആ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കിയാൽ മതി, അപ്പോൾ തന്നെ മനസ്സിലാവും. ഇനിയുള്ളത് ഇത് ഞാൻ പറഞ്ഞു y - 2 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ഇത് കിടക്കുന്നത്. ഓക്കെ, ഈക്വൽ ടു -3 പ്ലസ് 2 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര, 4 ആണ്, അത് അതുപോലെ എഴുതാം, പ്ലസ് 4. ഇനിയുള്ളത് y - 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു -3 പ്ലസ് 4 എന്ന് വെച്ചാൽ എന്താണ്, 4 - 3. 4 ന്ന് 3 കുറച്ചാൽ 1. ഓക്കെ, 1 എന്ന് കിട്ടി. ഇനിയുള്ളത് ഈ സ്ക്വയറിനെ നമ്മൾ കട്ട് ചെയ്യണം. ഈ സ്ക്വയറിനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ റൂട്ട് വരും. ഓക്കെ, സ്ക്വയറിനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കൊടുക്കുമ്പോൾ റൂട്ട് വരും. അപ്പം എന്താവും, y - 2 ഈക്വൽ ടു പ്ലസ് ഓ മൈനസ് √1 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ എന്താവും, y - 2 ഈക്വൽ ടു 1 കിട്ടും, അതുപോലെ തന്നെ y - 2 -1 കിട്ടും. √1 എന്ന് വെച്ചാൽ 1 ആണല്ലോ, അപ്പോൾ ഇവിടെ പ്ലസും ഉണ്ട് മൈനസും ഉണ്ട്, അതുകൊണ്ട് +1 കൊടുക്കുക, അതുപോലെ തന്നെ -1 കൊടുക്കുക. ഓക്കെ, ഇനിയുള്ളത് y - 2 ഈക്വൽ ടു 1 കിട്ടി, y - 2 ഈക്വൽ ടു -1 കിട്ടി. ഇനി നമുക്ക് y കണ്ടെത്തണം. അപ്പോൾ yനെ ഒറ്റയ്ക്ക് വെക്കുമ്പോൾ yൻ്റെ അടുത്തുള്ള -2നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊടുക്കണം. അപ്പോൾ ഈ -2 എന്ന് പറയുന്നത് നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ +2 എന്നാകും. ഓക്കെ, y ഈക്വൽ ടു 1 + 2 എന്ന് വരും, ഓർ y ഈക്വൽ ടു -1 + 2 എന്നുള്ളത് വരും. ഈ -1 എന്താണ്, ഇവിടെ ഉള്ളതാണ് കേട്ടോ, പിന്നെ +2 എന്നുള്ളത് വരും. ഇവിടെ -2 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ +2 എന്നാവും. എന്നുള്ളത് y ഈക്വൽ ടു 1 + 2 എന്ന് വെച്ചാൽ 3 ആണ്, ഓർ y ഈക്വൽ ടു -1 + 2 എന്ന് വെച്ചാൽ എന്താണ്, 2 - 1 ആണ്. അപ്പോൾ 2 ന്ന് 1 കുറച്ചാൽ 1 കിട്ടും. അപ്പോൾ നമുക്ക് yന് വാല്യൂസ് കിട്ടി, 3 ആണ് 1 ആണ്. ഇവിടെ കണ്ടോ 0y, അപ്പോൾ yന് എന്തിടാം, ഇവിടെ 3 ഇടും. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 0, yന് 1 ഇട്ട് കൊടുക്കാം.
നോക്കാം. പോയിന്റ്സ് എന്ന് പറയുന്നത് 0, 1 ആൻഡ് 0, 3 ആണ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.